നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് എത്തുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പം നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞൊരു ടൈമാണ്. ഇപ്പോൾ 2 ഇലക്ഷൻ വന്നു. ആദ്യമേ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു, അതിനുശേഷം നിയമസഭാ ഇലക്ഷനൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ പല പൊളിറ്റിക്കൽ ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അതായത് ബൂത്ത് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റിയുടെ എന്തെങ്കിലുമൊക്കെ ചുമതലകളുള്ള ആളുകൾ. അപ്പോൾ ഇവരുടെ എല്ലാം വീടുകളിൽ ചെന്ന ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ ഇതേപോലെ കുറേ ഐറ്റംസ് ഞാൻ കാണിക്കാട്ടോ. ഇതേപോലത്തെ സംഭവങ്ങൾ, അതായത് നമ്മുടെ ഫ്ലെക്സ് ബോർഡുകളാണ്. ഈ ഇലക്ഷൻ സമയത്തേ ഉള്ളൂ ഇതിനാവശ്യം. അത് കഴിഞ്ഞാൽ ഇതിനാവശ്യങ്ങളില്ല. ഇത് പിന്നീട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. ചിലത് വെട്ടിക്കണ്ടിച്ച് വിറക് ആവശ്യത്തിന് ഉപയോഗിക്കും. പക്ഷേ എൻ്റെ ബൂത്തിൽ, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലത്തെ ഫ്ലെക്സ് ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനത് എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഷീറ്റില്ലേ, ഇതിന് മുകളിൽ കാണുന്ന ഷീറ്റുകൾ, ഇത് ഞാൻ കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്തങ്ങ് മാറ്റിയതിന് ശേഷം, കാരണം നമുക്ക് ആ മുകളിലത്തെ ഇത് ആവശ്യമില്ല. കാരണം ഇപ്പം പണ്ട് പ്ലാസ്റ്റിക് ആണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് അല്ല, ഇതിലെ തുണി പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ഇത് മണ്ണുമായിട്ട് പെട്ടെന്ന് മിക്സായി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഈ ഫ്രെയിമാണ്. അപ്പോൾ നമ്മൾ ഈ മുകളിലത്തെ ഈ ഷീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഫ്രെയിം എടുക്കുക. ഈ ഫ്രെയിം എടുത്തിട്ട് നമ്മളിതിന് 4 വശത്തോടെ കാല് ഫിറ്റ് ചെയ്യുക. കാല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതേപോലത്തെ നല്ല അടിപൊളി പന്തലുകൾ നമുക്കുണ്ടാക്കാം. എന്തെങ്കിലുമൊക്കെ 4 നീളം കമ്പുകൾ ബലമുള്ളത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് ഈ ഫ്ലെക്സ് ബോർഡ് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പന്തലായിട്ട് യൂസ് ചെയ്യാം. അതിന് മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് കെയർ ജസ്റ്റ് ഒന്ന് വലിച്ചു കെട്ടി കൊടുത്താൽ മതി. നല്ല ബലമായിട്ട് നിന്നോളും. 2 വർഷത്തേക്ക് നമ്മളിത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാനിപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ പന്തൽ. ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതല്പം വലിയ ഫ്ലെക്സ് ബോർഡായിരുന്നു. അപ്പം ഞാൻ അതിന് അല്പം ബലമുള്ള കാപ്പിക്കമ്പാണ് ഇതിന് തൂണായിട്ട് കൊടുത്തത്. കാരണം ഇത്രയും വെയിറ്റ് നിൽക്കേണ്ടതല്ലേ. എന്നിട്ട് ഞാനത് മുകളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞ് കെട്ടിയപ്പോഴത്തേക്ക് കണ്ടില്ല, നല്ല ബലമായിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ഒരു പന്തലാണ് കിട്ടിയത്. ഈ കാണുന്ന എൻ്റെ 2ാമത്തെ പന്തലാണ്. ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പം നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, റോഡ് സൈഡിലേക്കുള്ള പല വസ്തുക്കളിലും ഇങ്ങനെ ഇതേപോലെ ഫ്ലെക്സ് ബോർഡുകൾ അനാഥമായിട്ടിരിക്കുന്നത്. ഇങ്ങനെ അനാഥമായിട്ടിരിക്കും. എന്തായാലും അവിടെ മഴയത്ത് കിടന്നത് നശിച്ചു പോകും. നമ്മൾ ആവശ്യക്കാർ അതെടുത്ത് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ആരും അതിനകത്ത് എൻ്റെ ഫ്ലെക്സ് എടുത്തുകൊണ്ട് പോകുന്നൊന്നും ആരും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇതുവഴിയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതേപോലെയൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന, അതായത് ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ പിന്നെ ആ ഫ്ലെക്സിനൊന്നും ആവശ്യമില്ല. ഇതൊന്നും ആരും എടുത്തുകൊണ്ട് വീണ്ടും അത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമ്മുടെ കൃഷിക്കും ഇതിനൊക്കെ ഇതുപോലെ പന്തലും ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയമായിട്ട് എത്തുന്നതാണ്.